Hello കൂട്ടുകാരെ, PYQ സീരീസിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ. A man rowing a boat away from a lighthouse 150 meter high takes 2 minutes to change the angle of elevation of the top of lighthouse from 45 degree to 30 degree. Find the speed of the boat. Use root 3 equals to 1.732. ഇത് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു റഫ് ഫിഗർ ഡ്രോ ചെയ്യാം. AB is the height of the lighthouse. ബോട്ടിന്റെ ഇനീഷ്യൽ പൊസിഷൻ ആണ് C, ഫൈനൽ പൊസിഷൻ ആണ് D. ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രിയിൽ നിന്നും 30 ഡിഗ്രി ആവാനായിട്ട് എടുത്ത ടൈം 2 മിനിറ്റ്സ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് ഓഫ് ദ ബോട്ടാണ്. സ്പീഡ് ഓഫ് ബോട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ലല്ലോ. CD എന്ന ഡിസ്റ്റൻസ് കിട്ടിയാലാണ് നമുക്ക് C മുതൽ D വരെയുള്ള സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ലെറ്റ് AB be the lighthouse. Therefore AB equals to 150 meter. Given initially boat is at C and after 2 minutes it reaches at D. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രി ആണ്. ഇവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി ആണ്. ആദ്യം നമുക്ക് ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ABC AB by BC ഈക്വൽസ് ടു tan 45 ഡിഗ്രി. നമുക്ക് ഡിസ്റ്റൻസ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സൈഡാണ് നമുക്ക് കിട്ടേണ്ടത്. tan 45 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BC കണ്ടുപിടിക്കാം. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് CDയും കണ്ടുപിടിക്കാം. AB ഈസ് 150 മീറ്റർ. 150 by BC equals to tan 45 is 1. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. BC into 1 equals to 150. BC equals to 150 meter. ഇത്രയും കിട്ടിയാലോ. ഇനി നമുക്ക് ട്രയാങ്കിൾ ABD കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ABD AB by BD equals to tan 30 degree. Height of AB is 150 by BD equals to tan 30 is 1 by root 3. Cross multiplication ചെയ്യാം. 150 into root 3 equals to BD. BD equals to 150 root 3. ഇപ്പോൾ നമുക്ക് BDയുടെ ലെങ്ത് ആണ് കിട്ടിയിട്ടുള്ളത്. അതാണ് 150 root 3 എന്നത്. ആദ്യത്തെ കാൽക്കുലേഷനിൽ 150 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ BC. അപ്പോൾ ഇത്രയും ഭാഗം നമുക്കറിയാം 150 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു CDയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് BDയിൽ നിന്നും BC സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ. അടുത്ത സ്റ്റെപ്പിൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 2 മിനിറ്റ്സ് ഈക്വൽസ് ടു BD മൈനസ് BC ഈക്വൽസ് ടു BD ഈസ് 150 root 3 മൈനസ് BC ഈസ് 150 ഈക്വൽസ് ടു നമുക്ക് 150 കോമൺ ആയിട്ട് എടുക്കാം. ഇൻറ്റു root 3 മൈനസ് 1 മീറ്റർ. Therefore speed equals to distance by time equals to distance is 150 root 3 minus 1 by time taken is 2 minutes. ഈ കാൽക്കുലേഷൻ നമുക്ക് അടുത്ത സ്ലൈഡിൽ ചെയ്യാം. സ്പീഡ് ഈക്വൽസ് ടു 150 ഇൻറ്റു root 3 മൈനസ് 1 മീറ്റർ ബൈ 2 മിനിറ്റ്സ്. root 3യുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് 1.732. അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 150 ഇൻറ്റു 1.732 മൈനസ് 1 ബൈ 2. 150 2 കൂടെ നമുക്ക് കട്ട് ചെയ്യാം. 15ൽ 2 7 ടൈംസ്, 1 ബാലൻസ്, 10ൽ 2 5 ടൈംസ്, 2ൽ 2 1 ടൈം. 75 ഇൻറ്റു 1.732 മൈനസ് 1. 2 minus 0 is 2, 3 minus 0 is 3, 7 minus 0 is 7, 1 minus 1 is 0. 75 into 0.732 equals to 75 into 0.732. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 54.9 മീറ്റർ പെർ മിനിറ്റ് എന്ന് കിട്ടും. Therefore speed of the boat equals to 54.9 മീറ്റർ പെർ മിനിറ്റ്. മനസ്സിലായല്ലോ. PYQ സീരീസിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.